എന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവനായ യേശു വാഗ്ദാനം ചെയ്ത ആത്മാവാണ് ഞങ്ങളിൽ വർഷിക്കപ്പെട്ടത്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനമേ, നിങ്ങൾ വ്യക്തമായി അറിയില്ലേ? വന്നാലും ദൈവമക്കളെ വന്നാലും, ഈ ദാസന് എന്തെങ്കിലും തന്നാലും, നല്ലവനായ സഹോദര, ഈ സുന്ദര കവാടത്തിൽ വർഷങ്ങളായിരിക്കുന്ന ഈ മുടന്തനായ ഭിക്ഷയാചകനെ കാണാതെ കടന്നു പോകരുതേ. സഹോദര, എന്റെ നേരെ നോക്കുക. എന്റെ പക്കൽ വെള്ളിയോ സ്വർണമോ ഇല്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അത്ഭുതമായിരിക്കുന്നു. എന്റെ ശോഷിച്ച കാലുകൾ നിവർന്നല്ലോ. കുറെ വർഷങ്ങളായി ഞാൻ ഈ സുന്ദര കവാടത്തിൽ ഇരുന്ന് യാചിക്കുന്നു. ആരും എന്നോട് കരുണ കാണിച്ചില്ല. സഹോദര, നിങ്ങളാണ് എന്റെ ദൈവം. അരുത്. ഇതെല്ലാം സാധ്യമായത് നമ്മുടെ രക്ഷകനായ ഈശോയുടെ കാരുണ്യത്താൽ. അതിനാൽ നന്ദി പറയേണ്ടത് യേശുവിനോടാണ്. അവിടുത്തെ നാമത്തിലാണ് നിനക്ക് സൗഖ്യം ലഭിച്ചത്. യേശുവേ നന്ദി, 1000 നന്ദി. യേശുവേ, നിനക്ക് 1000 നന്ദി. വരൂ, സൗഖ്യം നൽകിയ ജീവിക്കുന്ന ദൈവത്തെ, യേശുനാഥനെ നമുക്കൊരുമിച്ച് പാടി പുകഴ്ത്താം. Into your beat.
നോക്ക്, എത്ര തീക്ഷ്ണതയോടെയാണ് ആത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞതിന് ശേഷം ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്. യേശുവിന്റെ നാമത്തിൽ എത്ര അത്ഭുതങ്ങളാണ് എന്റെ കരങ്ങളിലൂടെ സംഭവിച്ചത്. യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല പത്രോസ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നീ എന്റെ നാമത്തിൽ ആശ്രയിക്കേ, ഇതിലും വലിയ അത്ഭുതങ്ങൾ നിന്റെ കരത്തിലൂടെ ഞാൻ പ്രവർത്തിക്കാം. നിനക്കറിയില്ലേ, ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്ന മോശയെ അവന്റെ കരങ്ങളിലൂടെ ചെയ്ത അത്ഭുതങ്ങൾ എന്റെ നാമത്തിലും ചെയ്യാൻ സാധിക്കും പത്രോസ്. നീ ഓർക്കുന്നുണ്ടോ, ഫറവോയുടെ മുൻപിൽ വെച്ച് സർപ്പമായി മാറിയ അത്ഭുതം? ആ അത്ഭുതം തന്നെ മന്ത്രവാദികൾ എന്റെ നാമത്തിലും ചെയ്തില്ലേ? ജലത്തെ രക്തമാക്കിയും തവളകളെ പെരുപ്പിച്ചും അഹ്റോൻ ദൈവനാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെയും എന്റെ നാമത്തിലും ചെയ്യാൻ സാധിക്കും പത്രോസ്. എന്റെ നാമത്തിലും ചെയ്യാൻ സാധിക്കും. നീ എന്റെ നാമത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ഞാൻ നിന്നെ പൗലോസിനേക്കാൾ അല്ലല്ല നിന്റെ ഗുരുവിനേക്കാൾ വലിയവനാക്കാം. പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുൾ ചെയ്തവൻ, മരണത്തിന്റെ പിടിയിലകപ്പെട്ടവരെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ എന്റെ കരങ്ങൾ എടുത്തുപയോഗിച്ചത് എങ്ങനെ എനിക്ക് വിസ്മരിക്കാനാണ്? വിഗ്രഹാരാധന നടത്തിയിരുന്ന യോപ്പായുടെ സമൂഹത്തിനിടയിലേക്ക് എന്റെ പ്രിയ ശിഷ്യ തബീത്തയെ കാണാൻ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
നീ ആരാണ്? ഞാൻ കർത്താവായ യേശുമിശിഹായുടെ എളിയ ദാസൻ പത്രോസ്. ഇവിടെ നീ എത്തിയതിന്റെ ലക്ഷ്യം? പത്രോസ്, യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, നിന്നെ കാത്തിരുന്നു. എന്റെ മകൾ, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യ തബീത മരണപ്പെട്ടിരിക്കും. പത്രോസ്, നോക്കൂ പത്രോസ്, ഇതാ നിശ്ചലയായ എന്റെ പുത്രി. സഹോദര, എന്തു പറഞ്ഞാണ് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. പത്രോസ്, ഇതാ നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ തുന്നിയുണ്ടാക്കിയ മേലങ്കികളും പട്ടുവസ്ത്രങ്ങളുമാണ്. എത്രയോ പാവപ്പെട്ടവർക്കാണ് ഇതെല്ലാം അവൾ സമ്മാനമായി നൽകിയിരിക്കുന്നത്. കർത്തവ്യങ്ങളെല്ലാം ബാക്കിയാക്കി അവൾ എന്നേക്കുമായി പോയി. സഹോദരി, കരയാതിരിക്കും. എല്ലാവരും അല്പനേരത്തേക്കൊന്ന് മാറി നിൽക്കാം. അങ്ങനെയാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, യഹൂദരങ്ങയെ കല്ലെറിഞ്ഞിട്ടും യൂദയായിരത്തിൽ ആസരനെ ഉയർപ്പിച്ച സ്നേഹനിധിയായ കർത്താവേ, ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അവിടുന്ന് മർത്തായോട് അരുളി ചെയ്തത് ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സാധുക്കളോട് മനസ്സരിവ് തോന്നി നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയുടെ ജീവൻ തിരികെ തരണമേ. എന്റെ കർത്താവേ, ഈ ജീവൻ തിരികെ തരണമേ. യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തബീത, എഴുന്നേൽക്കുക. സ്ത്രീജനങ്ങളെ, വന്ന് കാണുവിൻ. തബീത ഉയിരോടെ ഇരിക്കുന്നു. അവൾ ജീവമായി ശ്വസിക്കുന്നു. എന്റെ നാഥൻ അവളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. യേശുവേ, കരുണാസാഗരമേ, നിന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. അടിയങ്ങളിതാ നിന്റെ മുമ്പിൽ പ്രണമിക്കുന്നു. തബീത, മോളെ, എന്റെ മോളെ തബീത. യോപ്പ നിവാസികളെ,
നിങ്ങൾ ജീവിക്കുന്ന സത്യദൈവമായ യേശുവിനെ ആരാധിക്കുകയും വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുകയും നിങ്ങൾ ആരാധിക്കുന്നത് ജീവനില്ലാത്ത ദൈവങ്ങളെയാണ്, സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളെയാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ കൺമുൻപിൽ കണ്ട ഈ അത്ഭുതം പ്രവർത്തിച്ച ജീവിക്കുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. പത്രോസ്, പത്രോസ്, നിങ്ങൾ വേഗം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ നീറോയുടെ പടയാളികൾ അങ്ങേ ബന്ധിക്കാനത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടാതിരിക്കൂ. എന്തും നേരിടാൻ ഒരുങ്ങി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീറോ ചക്രവർത്തിയുടെ മുൻപിൽ സത്യവിശ്വാസം ഏറ്റുപറയാൻ എന്റെ ഗുരു എന്നെ നിർബന്ധിക്കുന്നു. എവിടെയാ രാജദ്രോഹി ശിമയോൻ പത്രോസ്? അവനെ ബന്ധിക്കാൻ നിയുക്തരായ മഹാനായ നീറോ ചക്രവർത്തിയുടെ റോമൻ പട്ടാളക്കാരാണ് ഞങ്ങൾ. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. റോമൻ പട്ടാളത്തെ കബളിപ്പിച്ച് കടന്നു കളയാമെന്ന് കരുതിയല്ലേ? അവന്റെ കൈകാലുകൾ ബന്ധിക്കുവിൻ. മഹാനായ നീറോ ചക്രവർത്തിയുടെ പ്രധാന ശത്രുവാണവൻ. യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിന്റെ ശിഷ്ടജീവിതം മഹാനായ നീറോ ചക്രവർത്തിയുടെ ഇരുട്ടു തടവറയിൽ ഇനി ജീവിച്ച് തീർക്കാൻ നിനക്ക്. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കും. പക്ഷെ പത്രോസ്, സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് നിന്റെ ഗുരു വാഗ്ദാനം ചെയ്തത് എന്താണെന്ന് നീ ഓർക്കുന്നില്ലേ? ഭവനത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉപേക്ഷിക്കുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കുമെന്നല്ലേ അവൻ പറഞ്ഞത്? എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? എനിക്ക് നിന്നെ സഭയുടെ തലവനാക്കിയിട്ട് നിനക്ക് സ്വന്തമായി ഒരു സിംഹാസനമോ രാജ്യമോ സൈനിക ശക്തിയോ എന്തെങ്കിലും ലഭിച്ചോ പത്രോസ്? എന്റെ ഗുരു ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ് എന്നെ പഠിപ്പിച്ചത്. അവൻ ആരുടെയും ബഹുമാനം ഏറ്റുവാങ്ങിയിട്ടില്ല. യാക്കോബും യോഹന്നാനും വലതുവശവും ഇടതുവശവും ആഗ്രഹിച്ചപ്പോൾ പത്രോസ് നീ എന്താണ് പറഞ്ഞത്? നിന്റെ ഉള്ളിലും ഒന്നാമനാകണമെന്നുള്ള ആഗ്രഹം ഇല്ലേ? അത് കഴിഞ്ഞ കാര്യമല്ലേ? വിജാതിയർക്കിടയിൽ പരിച്ഛേദനത്തെ പറ്റി നിർണായക തീരുമാനമെടുക്കാൻ കൂടിയ ജെറുസലേം കൗൺസിലിൽ സഭയുടെ തലവനായ നീയുണ്ടായിട്ടും അതിന് നേതൃത്വം നൽകിയത് യാക്കോബായിരുന്നില്ലേ? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. യേശുവേ, ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവരായിരുന്നില്ലേ? പത്രോസ്, ശിഷ്യന്മാർക്കിടയിൽ നീ വെറും ഒരു കറിവേപ്പിലയായിരുന്നു. ഗുരുവിനെ തള്ളിപ്പറഞ്ഞവൻ, യൂദാസിന്റെ ഒപ്പം എണ്ണപ്പെടേണ്ടവൻ. നീ എന്നേ നിന്റെ ഗുരുവിന്റെ മുൻപിൽ തള്ളിക്കളയപ്പെട്ടു പത്രോസ്, തള്ളിക്കളയപ്പെട്ടു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിനക്കായി കാത്തുവെച്ചിരിക്കുന്നത് മരണക്കെണിയാണ്. നീ ഇവിടെ നിന്നാൽ അവൻ നിന്നെ കുരിശിൽ തറച്ച് ഇഞ്ചിഞ്ചായി കൊല്ലും. നിന്റെ മരണം കുടുംബാംഗങ്ങൾക്ക് മാത്രം നഷ്ടമായി മാറും. എനിക്ക് മാത്രമേ നിന്നെ മനസ്സിലാവൂ. ഞാൻ നിന്നെ രക്ഷിക്കാം. സർവസൈന്യാധിപനായ മഹാനായ നീറോയുടെ മുൻപിൽ നീ കുമ്പിട്ടാൽ നിനക്ക് ലഭിക്കുന്നത് സ്വർഗമായിരിക്കും. കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളുടെയും നടുവിൽ സുന്ദരിമാരായ തോഴിമാരുടെ നടുവിൽ വാദ്യഘോഷങ്ങൾക്കിടയിൽ ആരാധ്യനായ രാജാവിനെ പോലെ നിനക്ക് വാഴാം. നിന്റെ മുൻപിൽ ഇതാ ഒരവസരം കൂടി. ഹീറോയുടെ മുൻപിൽ
ഒന്ന് കുമ്പിട്ടാൽ മാത്രം മതി. എന്നെ അനുസരിക്ക് പത്രോസ്, എന്നെ അനുസരിക്ക്. എന്റെ വാക്കുകൾ ശ്രവിക്കാതെ, എന്നെ അനുസരിക്കാതെ ഇനി നിനക്ക് വേറെ ഒരു മാർഗവുമില്ല. യേശുവേ, ദാവീദിന്റെ പുത്ര, ഓ, ഈ പ്രഭാപൂരിതമായ വെളിച്ചം എവിടെ നിന്നാണ്? എന്റെ കണ്ണുകൾ ചിമ്മിപ്പോകുന്നു. ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കോവാദിസ്, കർത്താവേ, നീ എവിടെ പോകുന്നു? ഇത് സത്യമോ അതോ മിഥ്യയോ? സത്യമാണ് പത്രോസ്, ഞാൻ കുരിശുമരണം വഹിക്കാനായി പോകുന്നു. കർത്താവേ, നീ ഒരിക്കൽ കുരിശിൽ മരിച്ചതല്ലേ? വീണ്ടും നീ പോവുകയാണോ? നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് പത്രോസേ. നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനിതാ നിനക്ക് വേണ്ടി കുരിശിൽ കയറാൻ പോകുന്നു. എന്റെ കർത്താവേ, എന്റെ നാഥ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് പൊറുക്കണമേ. ജീവനും ശരീരവും തളർന്നവനെ പോലെ ആകരുത് പത്രോസ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ നീ ഭാഗ്യവാനാണ്. പത്രോസേ, നീ എല്ലാവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസ്, എല്ലാവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുണ്ടല്ലോ. പത്രോസേ, എല്ലാവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു എന്റെ കർത്താവേ. എങ്കിൽ ഈ കുരിശിനെ സ്വീകരിക്കുക. അന്നു കാൽനടയായി മലമുകൾ
സാധ്യതയാണ്. ചില നൊമ്പരങ്ങളിൽ, ചില വേദനകളിൽ, മനമടുപ്പിക്കുന്ന സഹനങ്ങളുടെ നടുവിൽ ക്രിസ്തു സ്നേഹത്തെ മറന്ന് ഓടിയകലാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സാധ്യത. പത്രോസ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുൾ ചെയ്ത ഗുരുനാഥൻ യുഗാന്തം വരെ കൂടെയുള്ള സാന്നിധ്യമാണെന്നും അവൻ്റെ മൊഴികൾ ഒരിക്കലും പരാജിതമല്ല, വെറും വാക്കല്ല എന്ന് ഓർമ്മപ്പെടുന്നത്. വിശുദ്ധ പത്രോസിനെ പോലെ നമ്മെ പൊതുവെ സംരക്ഷിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൻ്റെ തെളിമ നമുക്ക് കണ്ടെത്താം. അതിനെ എല്ലാം മറന്ന് സ്നേഹിക്കാം, അവനായി ജീവിക്കാം. വിശുദ്ധ പത്രോസ് പോലെ സ്ത്രീകന്മാരുടെ തിരുനാൾ മകളിലെ പ്രാർത്ഥനകളോട് നിങ്ങൾക്കായി നേരിടും. കോവാദിസ്, നിങ്ങളും എവിടേക്കാണ് പോകുന്നത്? നിത്യജീവന്റെ വചനങ്ങൾ അരുൾ ചെയ്യുന്ന ഗുരുവിന്റെ പക്കലേക്കല്ലാതെ. വരൂ, നമുക്ക് അവനെ അനുഗമിക്കാം.